ഒരു യൂറോപ്യൻ ട്രിപ്പിന് പോവാണ്. എൻ്റെ ഒരു സോബിൻ, സാഞ്ഞേട് ആണ് ജോയ്സ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ പ്രാവശ്യം യാത്ര പോകുന്നത്. ഞങ്ങൾ ടോട്ടൽ 7 കൺട്രീസ് അല്ലേ, ഇൻക്ലൂഡിങ് ആ കൺട്രീസിൻ്റെ പേരെന്ന് പറയുമോ? അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് നേരെ ഫ്രാൻസ് പോകുന്നു, പിന്നെ ബെൽജിയം, ലക്സംബർഗ്, ജർമ്മനി, ഓസ്ട്രിയ, ലിechtenstein, the smallest country in Europe, and Switzerland and France. ഓക്കെ, അടിപൊളി. അപ്പം നമ്മൾ 6 days അല്ലേ, 6 days നമ്മൾ തിരിച്ചു വരും. നമ്മൾ പോകുന്നത് ടെസ്ലയിലാണ്. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു. ഞങ്ങളിപ്പം ചാർജ് ചെയ്യാൻ വേണ്ടി ടെസ്ല ഇങ്ങനെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. Okay, let's go. ഹലോ ഗൈസ്, ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പം ഇംഗ്ലീഷ് ചാനൽ കടന്ന് നമ്മൾ ഫ്രാൻസിലേക്ക് പോകുക അല്ലേ ഇന്നത്തെ പ്ലാൻ കേക്കട്ടെ. നമ്മൾ ട്രെയിനിൽ നമ്മുടെ കാർ കയറ്റിയാണ് ഫ്രാൻസിലേക്ക് കിടക്കുന്നത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിന്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതെ. അപ്പം നമ്മൾ ഇന്ന് നല്ല വെതറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഫ്രാൻസിലും നല്ല വെതറാണ്. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് എവിടെയാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്? എവിടെയാണ്? ഓക്കെ, നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ലക്സംബർഗിലാണെന്ന്. വൺ ഓഫ് ദി സ്മോളസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ്. ഓക്കെ. അടിപൊളി അല്ലേ? മറ്റേ ഈ സിനിമയിലേക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ സ്ഥലത്തേക്ക് ചെല്ലുന്നല്ലേ അല്ലേ? അല്ലേ ഈ അല്ല, ഇത് ലോറി കയറൂല്ലോ ഇതിനകത്ത്. പിന്നെ നമ്മൾ ഇതിനകത്തുള്ള ഒരു ടോയ്ലറ്റിൽ പോകണം. ട്രെയിനകത്തുള്ള ടോയ്ലറ്റ് ഇനിയിപ്പോ പ്രസ് ചെയ്യാം. പുഷ് ചെയ്തേ പോകെ, പുഷ് ചെയ്തോ. ഇല്ലെന്നേ, അവരങ്ങനെയാന്ന് പോയിക്കത്. ഒന്ന് പുഷ് ചെയ്താൽ മതി. പുഷ് ചെയ്തോ. ഇതുണ്ടോ? എന്തോ
ഹലോ ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ഫ്രാൻസിൽ വന്നിട്ട് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ശരി. ബെൽജിയത്തിലേക്ക് കയറാൻ തുടങ്ങിയാണ് നമ്മൾ. ഫ്രാൻസിൽ നിന്ന് അടുത്ത് ബെൽജിയം. ഇത് ബെൽജിയായി. ഒന്നുമില്ല, ഒരു ചെക്കിങ് ഒന്നുമില്ല അല്ലേ? ഒന്നുമല്ല ചെയ്യും. ഫ്രാൻസിൽ നിന്ന് അടുത്ത രാജ്യം എത്തിക്കഴിഞ്ഞു. ഇവിടെ തമിഴ്നാട് എത്തിക്കഴിഞ്ഞ പ്രശ്നം അവിടെ നേരാണ്. വേറെ അല്ല, രാജ്യം നമ്മള് ഈ നോർത്തേൺ അയർലൻഡിൽ നിന്ന് അയർലൻഡിലേക്ക് കയറുന്നു ഇതുപോലെ തന്നെ. ഒന്നുമില്ല. ഒന്നുമില്ല. ജോയ്സ് ടെൻഷൻ ഇല്ലാതെ ഓടിക്കുന്നുണ്ട്. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ഓടിച്ചു നോക്ക്. താനൊന്നും ഓടിക്കുന്നില്ലേ? അടിപൊളിയാ. ഒരു സമയത്ത് ഒരാൾക്ക് ഓടിക്കാൻ പറ്റും, രണ്ടുപേർക്ക് ഓടിക്കാൻ. ഇത് നിങ്ങള് നമ്മള് പോകുന്നത് ഹെലികോപ്റ്ററിലൊന്നും അല്ല. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ, നല്ല സീനറിയും. നമ്മുടെ അവിടുത്തെ പോലെ മലകളോ അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇവിടെ മുഴുവൻ ഇങ്ങനെയാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ലക്സംബർഗിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ജോയ്സിൻ്റെ ഒരു കൂട്ടുകാരൻ വരുമായിരുന്നു ജർമ്മനിയിൽ നിന്ന് അല്ലേ? ഹലോ ശ്രീജിത്ത് അല്ലേ? പുള്ളി നീണ്ടൂരുകാരനാണ്, നമ്മുടെ ജോയ്സിനോട് പഠിച്ചതാണ്. അപ്പോൾ പുള്ളി ജർമ്മനിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് നമ്മളിവിടെ. അപ്പോൾ ജർമ്മൻ ശ്രീജിത്ത് വിളിക്കും. ജർമ്മനാണല്ലേ? മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ലക്സംബർഗിലാണ് കേൾക്കണ്ട.
രാവിലെ നടന്നു പോയി കാപ്പ് കുടിക്കും. രാവിലെ നടന്നു പോയി കാപ്പ് കുടിച്ച് നമ്മളെല്ലാം സെറ്റാണ് അല്ലേ? എല്ലാവരും റെഡിയല്ലേ? നമ്മൾ ജർമ്മനിക്ക് പോകും. ഇവിടെ നിന്ന് 4 മണിക്കൂറല്ലേ? അടുത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ചാർജ് ചെയ്യണം. പിന്നെ ഒന്ന് ഞങ്ങളിപ്പോൾ ജർമ്മനിയിലാണ്. എന്തോ ഓടാ നല്ല ചൂടാണ്. മൂത്രമൊഴിക്കാനോ? മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കില്ലേ? ഇത് നമ്മുടെ ജർമ്മനിലെ അൺലിമിറ്റഡ് സ്പീഡ് അല്ലേ? സർവീസ് സ്റ്റേഷൻ ഇങ്ങനെയാണ്. ഇവിടെ ഒന്നുമില്ല. നമ്മൾ UK സർവീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫുഡുണ്ട്, കാര്യങ്ങളുണ്ട്, എത്ര ടോയ്ലറ്റാണ് അല്ലേ? പക്ഷേ ജർമ്മനിയിൽ ജസ്റ്റ് ടോയ്ലറ്റ് മാത്രം, വേറെ ഒന്നുമില്ല. ഒരു ചായക്കട പോലും ഇവിടെ ഇല്ല. ഇത്രയും മനോഹാരിത നമ്മുടെ അവിടെ ഇല്ല. ഇത് വേറൊരു സ്റ്റൈലാണ്. കാര്യം പറഞ്ഞ എല്ലാം യൂറോപ്പാന്ന് പറഞ്ഞാലും ഇതൊരു ഭംഗി, വേറൊരു ഭംഗി ഇത്. ശ്രീജിത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ശ്രീജിത്തിൻ്റെ വീട്. ഫ്ലാറ്റിലാണ് ഇവിടെ താമസിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ്. ഞാൻ അങ്ങോട്ട് പോവാണ്. അടിപൊളി വ്യൂ ആണ്. നോക്കിയാൽ എന്നാ വ്യൂ ആണ്. ഇതാണ് നമ്മുടെ വൈൻ റെസ്റ്റോറൻറ്റ്. ആണ്ടെ ഇതിലെ ഇട്രീഷൻ. ഗായ്സ്, ഇതിപ്പോൾ മണി 10 മണിയായി. ഞങ്ങളിപ്പോൾ ജർമ്മനിയിൽ ഒരു മുന്തിരിപ്പാടത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് 10 മണിക്കും പണിയുന്ന ജർമ്മൻകാർ. നമ്മളിതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. മുന്തിരിത്തോട്ടങ്ങളാണ് ഇത് മുഴുവൻ.
ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഞങ്ങളിപ്പോൾ രണ്ട് മൈൽ നടന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ 2 മൈൽ ഫുള്ളും ഇതായിരുന്നു. ഇനി അങ്ങോട്ട് മുഴുവൻ ഇത് തന്നെയാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് വിടും. ഇന്ന് ജർമ്മനി വിട്ട് എൻഡിങ് സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലാണ്. നമ്മൾ അടുത്ത റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ 4 രാജ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഗൈസ്, നമുക്ക് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ ഇത് കരിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ഇവൻ തന്നെ ഇതിലൂടെ ഭയങ്കര ലുക്കാട്ടോ. കൂട്ടായി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും. പക്ഷേ ഇവരെ എൻ്റെ എന്തോ പാകത്തിന് കിട്ടിയതാണ് എനിക്ക് അവരെ അത്ര നല്ല ഫ്രണ്ട്സ്. അങ്ങനെയല്ല, നമ്മള് ഒരുപാട് ഈ ഫേക്ക് കാണിക്കായിരുന്നു അല്ലെ. ഒരുപാട് ഫേക്ക് കാണിച്ചാൽ ആർക്കും വലിയ താല്പര്യമില്ല. കുറച്ചൊക്കെ ഒരു നല്ല രീതി നിന്നാൽ തന്നെ ഇത് നമുക്കിട്ട് അല്ല എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് ആണെങ്കിലേ ഉള്ളൂ ആൾക്കാർ മാറിപ്പോകും. അതല്ലെങ്കിൽ അങ്ങനെയല്ല. ഹലോ ഗൈസ്, ഇതാണ് പിസയുടെ വെൻഡിങ് മെഷീൻ. ഇവിടെ നമ്മൾ ഓർഡർ കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇത് പിസ ഉണ്ടാക്കി തരും. എല്ലാം കൂടി ഇത്രയും വലിപ്പമേ ഉള്ളൂ, ആരുമില്ല. ഒരു രസമല്ലേ അതല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുന്നത്. 24 hours പിസ തന്നെ. എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഞാനും 24 hours എന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കൊന്നും വരുന്നില്ലല്ലോ. അത് പേ ചെയ്യണമായിരിക്കും. അറിയത്തില്ല എന്നാ സംഭവം. സ്പീഡ് കൂട്ടിക്കേ, ഞാൻ വീഡിയോ എടുക്കാം. ഒരു വീഡിയോ ഒരു വീഡിയോ ഷെല്ലിൽ കയറ്റുണ്ട്. ഹലോ ഗൈസ്, പിന്നെ നമ്മളൊരു സർവീസിൽ കയറിയേക്കുവാണ് ടെസ്ല ചാർജ് ചെയ്യാൻ വേണ്ടി. 2-3 മണിക്കൂറായി. ഇന്ന് മൂത്രവും കൂടെ എടുക്കണം. ഒരു ചെറിയൊരു സർവീസ് സ്റ്റേഷനാണ്. ഹലോ ഗൈസ്, നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് കിടക്കാൻ പോവുകയാണ്.
ഹലോ ഗായ്സ്, അവസാനം നമ്മൾ ലിച്ചസ്റ്റൈനിൽ എത്തിക്കായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം കയറിയ പാടെ ലിച്ചസ്റ്റൈക്ക് നമ്മൾ മരുന്ന് കൊടുക്കുവാണ്. ഇനി കുറച്ച് ഗ്യാസൊക്കെ കയറി ഇനി അത് നമുക്കൊന്ന് സെറ്റാകണം. നിങ്ങൾക്ക് മലകൾ കാണിച്ചു തരാം. ലിച്ചസ്റ്റൈനിലെ മലകളാണത്. സംഗതി കുഴപ്പമില്ലാത്ത കൺട്രിയാണ്, പക്ഷേ തീരെ ചെറിയ കൺട്രിയാണ്. അങ്ങനെ ഗൈസ് 9 മണിയായപ്പോൾ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓ വാട്ട് എ ബ്യൂട്ടി. ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. ഞങ്ങൾ ജസ്റ്റ് നേരത്തെ എണീറ്റ് 4 മണി 4:30 ആയപ്പോഴത്തേക്കും എണീറ്റായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങളെല്ലാം റെഡിയായി. ഇനിയിപ്പം ഇതുണ്ട് ആപ്സിൻ്റെ കുറേ ആപ്സാണ്. അപ്പം അതിൽ നടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് വേണം ഞങ്ങൾ സൂരറ്റിൽ പോകാൻ. അവിടെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ ഫ്രാൻസ്. ഇന്നാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്രൈവ്, നിയർലി 8 hours. അപ്പം നാളെ കൊണ്ട് പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പൂട്ടിക്കിട്ട് വീട്ടിൽ പോവുകയാണ്. ഗൈസ് ഇത് കണ്ടോ, പശുവിൻ്റെ ഓരോ കഴുത്തിലും വലിയൊരു മണി കെട്ടി വെച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? അത് ഓരോ ഉടമസ്ഥൻ്റെയും പശുക്കളാണ്. അപ്പം ആ ഉടമസ്ഥനെ കണ്ടുപിടിക്കാനും അങ്ങനെയാണ്. അതായത് ഫുൾ ഐസ് വിട്ടിരിക്കുകയാണ്. നിങ്ങളെ നിൽക്കാൻ മേല, അതുപോലത്തെ സൗണ്ടാണ്. എല്ലാം ഡിഫറെൻറ്റ് മണികളാണ്. തരാതെ ഇവർ ചായ കുടിക്കുകയാണ് ഗൈസ്. എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടില്ല. Give it to me like
ഫാക്ടറി. ഇതാണ് ഇവിടുത്തെ മെയിൻ ചോക്ലേറ്റ് ഫാക്ടറി. അതിൻ്റെ ഫ്രണ്ടിലാണിത് ചോക്ലേറ്റ് ഒഴുകുന്നത്. I'm waiting. Oh, sure. If you want to, do you mind? ആ ഒരു ചോക്ലേറ്റ് Yeah, I'd like meals actually. Yeah, please. 2 Big Mac? 3, please. 3. Okay, for the cooks, over. Sorry. Over. Yeah, that's it. Yeah. Okay, you paying card or cash? Card. ഹലോ ഗൈസ്, ഞങ്ങളങ്ങ് അവസാനം ഞങ്ങളുടെ ഹോട്ടലിലെത്തി. 8 മണിക്കൂറത്തെ ഡ്രൈവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇവിടം വരെ 8 മണിക്കൂർ. ഏർലി മോർണിംഗ് 2 o'clock ആണ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. എഗെയിൻ നാളെ രാവിലെ എണീറ്റ് പോകണം. നാളെയാണ് ലാസ്റ്റ് ഡേ. എല്ലാവരും ബാഗെല്ലാം റെഡിയാക്കുവാണ്. ഓക്കെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പം ഞങ്ങളുടെ 6ാമത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോൾ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ നിന്ന് ജസ്റ്റ് ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് കോംപ്ലിമെൻ്ററി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നേരെ ടെസ്ല ചെറിയ തോതിലൊന്ന് ചാർജ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഫെറിയിലേക്ക്. ഇവിടുന്ന് 1.5 മണിക്കൂർ ഫെറിയിലേക്ക്. അവിടുന്ന് ഫെറിയിലും എനിക്ക് തോന്നുന്നത് 1.5 താഴെ കണ്ടേ ഉള്ളൂ. അവിടുന്ന് നേരെ 3-4 മണിക്കൂർ ബാക്ക് ടു ടോണ്ടൻ. അങ്ങനെ ഞങ്ങളുടെ 6 ദിവസത്തെ പരിപാടി സംഗതി അടിപൊളിയായിരുന്നു. അത്യാവശ്യം അവിടെ ഇവിടെ എല്ലാം കണ്ടു. ഒരുപാട് ഓടിച്ചിട്ട് കാണാനൊന്നും പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ല. എല്ലായിടത്തും എല്ലാം ഒന്ന് കണ്ടു ഓടിയെത്തി. അപ്പം കുഴപ്പമില്ലായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. ഓക്കെ, കാണാം. അതാണ് പുള്ളി വലിയ വെള്ളം പിടിക്കാതെ, അത് നമുക്കറിയാലോ.
അതുകൂടിയാണ് പോണത്. എടീ പോയതും ഞാൻ കൊണ്ടുവന്നു ഞാൻ കേട്ടോ. ഇത്ര പേരാ. ഹലോ. I'm doing. What you doing?